വെതർ റിപ്പോർട്ട് നോക്കി ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് മൂടൽമഞ്ഞ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും നമുക്കിന്നൊരു 140 കിലോമീറ്ററിനടുത്ത് പോകാനുണ്ട്. ഏകദേശം 2 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു 8 മണി ആവുമായിരിക്കും. ഫോഗ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മളിപ്പോൾ പോകാൻ പോണ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അക്കരെ ഫ്രാൻസ് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വായിച്ചേക്കണേ. ഏതായാലും പോയി നോക്കാൻ. ഡാർട്ട്ഫോർഡ് ക്രോസിംഗിന്റെ ഭാഗമായിട്ടുള്ള പാലമാണ് ആ നേരെ കാണുന്നത്. ഇതൊരു എഞ്ചിനീയറിംഗ് വണ്ടർ തന്നെയാണ്. ഇതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളിപ്പോൾ എസെക്സ് കൗണ്ടിയിൽ നിന്ന് കെന്റ് കൗണ്ടിയിലേക്ക് കയറിട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഡാർട്ട്ഫോർഡ് ക്രോസ് ചെയ്ത് ഇറങ്ങുന്നത് കെന്റ് കൗണ്ടിയിലേക്കാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കൊക്കെ കയറൂലേ എന്നതുപോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യമായിട്ടോ ഈ M20 ഹൈവേ ഉപയോഗിക്കണേ. ഇതിപ്പോ നേരം വെളുത്തു തന്നെ സമയമായതുകൊണ്ടാണെന്ന് അറിയില്ല, തിരക്കധികമൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതേ, നിങ്ങൾ ഈ 2 സൈഡിലോട്ട് നോക്കി കൃഷിത്തോട്ടങ്ങളും ഇടയ്ക്ക് ചെറിയ ചെറിയ വീടുകളും ആകാശത്തിലെ മേഘങ്ങൾ നിൽക്കണുണ്ടോ. ഒരു തിരമാല അടിക്കണമല്ലേ. കുറച്ച് സമയം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി നിന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും നിർത്താൻ പറ്റില്ല. അതാണ് പാട്. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഈ ഹൈവേയിലൊക്കെ നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന M20 ആയാലും നമ്മൾ പോകേണ്ടിയിരുന്ന M2 ആയാലും ഈ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 2 ഹൈവേകളാണ്. ഇന്ത്യയിൽ ഇപ്പൊ മുംബൈ പൂനെ അല്ലെങ്കിൽ മുംബൈ ഡൽഹി ഹൈവേകളൊക്കെ ഇല്ലേ, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ UK മെയിൻലാൻഡിനെ ഡോവർ പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ 2 ഹൈവേകളാണ്. അപ്പൊ ഈ ഡോവർ പോർട്ടിൽ എന്താണ് ഇരിക്കണമെന്നല്ലേ, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഡോവർ പോർട്ടിൽ നിന്നാണ് UK എന്ന ഈ ദ്വീപ് രാജ്യത്തിനെ യൂറോപ്പിന്റെ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഗതികളെല്ലാം ഉള്ളത്. ഫ്ലൈറ്റ് ത്രൂ ഉള്ള കണക്ടിവിറ്റി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, റോഡ്, റെയില്, പിന്നെ കടൽ വഴി. ഈ UK എന്ന് പറഞ്ഞ രാജ്യം യൂറോപ്പ് വൻകരയിലുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ്. ഫ്രാൻസ് ആണ് യൂറോപ്പിന്റെ മെയിൻലാൻഡിൽ UKനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യം. ശ്രീലങ്കയ്ക്ക് ഇന്ത്യ എങ്ങനെയാ എന്നതുപോലെയാണ് UKക്ക് ഫ്രാൻസ്. ശ്രീലങ്കേനെയും ഇന്ത്യനെയും വേർതിരിക്കുന്ന കടലിടുക്കിന്റെ പേര് പാക് കടലിടുക്കുന്നതാണെങ്കിൽ ഇവിടെ അത് ഇംഗ്ലീഷ് ചാനൽ എന്നാണ്. നമ്മളിപ്പോ പോകുന്ന ഡോവർ ഭാഗത്ത് വെച്ചിട്ടാണ് ഇംഗ്ലീഷ് ചാനലിന് ഏറ്റവും വീതി കുറവ്. അതായത് ഫ്രാൻസിനോട് UK ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭാഗം ഡോവറിലാണ്. ഏകദേശം ഒരു 35 കിലോമീറ്റർ അടുത്ത് വ്യത്യാസമുള്ളൂ UKയും ഫ്രാൻസും തമ്മിൽ. ഇതാണ് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിന്റെ ജോഗ്രഫിക്കലിയുള്ള ഇമ്പോർട്ടൻസ്. നിങ്ങൾ ഈ വഴി കാണുന്ന ട്രക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഭൂരിഭാഗവും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അതായത് യൂറോപ്യൻ രജിസ്ട്രേഷൻ ആണ്. നമ്മളിപ്പോൾ പോകുന്ന ഡയറക്ഷനിൽ പോകുന്ന ട്രക്കുകളൊക്കെ ഇല്ലേ, അവരെല്ലാം ഡോവർ പോർട്ട് വഴി യൂറോപ്പിന്റെ മെയിൻലാൻഡിലേക്ക് പോകുന്നവരാണ്. ഓപ്പോസിറ്റ് വരുന്നവരൊക്കെ യൂറോപ്പിൽ നിന്ന് UKയിലേക്ക് വരുന്നവർ. അതുപോലെ തന്നെ ഈ റോഡ് സൈഡിൽ കെട്ടിടങ്ങളില്ലാതെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളില്ലേ, അതെല്ലാം ഭൂരിഭാഗവും ഓരോന്നൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഗോതമ്പ്, ബാർലി, ഓട്സ്, പിന്നെ ആപ്പിൾ, സ്ട്രോബെറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കെന്റ് കൗണ്ടിയിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്. പക്ഷെ പറമ്പിൽ പണിയെടുക്കുന്ന ഒരാളെ പോലും കാണാൻ പറ്റില്ല കേട്ടോ. എന്നാൽ വേണ്ട ഒരു വിളവുകൾ ഉണ്ട് താനും. എല്ലാത്തിനും മെഷീനാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എത്ര വലിയ പറമ്പാണെങ്കിലും നടാനും വളമിടാനും എല്ലാത്തിനും ഒറ്റ ദിവസം പണിയുള്ളൂ. ഈ ഹൈവേകളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതുവഴി പോകുന്ന വണ്ടികളുടെ സ്പീഡുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യണം. എന്നിട്ട് വേണം ഇൻഡിക്കേറ്റർ ഇട്ട് ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട്. അല്ലാണ്ട് നേരെ വന്ന് ഹൈവേ കട പോണ എല്ലാ വണ്ടീനെയും വട്ടം വെച്ച് ഞാൻ ആദ്യം പോയിട്ട് നിങ്ങൾ പോയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് പറ്റത്തില്ല. നാട്ടിലിപ്പോൾ പുതിയ ഹൈവേ ഒക്കെ വരുമല്ലേ, ഈ ഹൈവേകളിലെ ലൈൻ ട്രാഫിക് പോലെ തന്നെ പ്രധാനമാണ് ഹൈവേകളിലേക്കുള്ള എൻട്രിയും എക്സിറ്റും. അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി അപകടങ്ങളുണ്ടാവും. പെട്ടെന്ന് ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് നല്ല രീതിക്ക് യാത്ര ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ ഒത്തിരി സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ആവശ്യമില്ലാതെ ബ്ലോക്കിൽ കിടക്കുമ്പോഴും വേറെ വണ്ടിക്കാരോട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആ ഒരു സ്ട്രെയിൻ നമ്മുടെ ജോലി സ്ഥലത്തും വീട്ടിലും ഒക്കെ നമ്മൾ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. ദേവുള്ളേ വീണ്ടും കോട വന്നു. ഏതോ മലയുടെ മേളിലാന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ മാറുമായിരിക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. മല ഇറങ്ങിയപ്പോ കോട മാറിയിട്ടുണ്ട് കേട്ടോ, ഇനി ഉണ്ടാവില്ലായിരിക്കും. ഈ ഡോവറിന്ന് നമുക്ക് 2 രീതിയിൽ ഫ്രാൻസിലേക്ക് കിടക്കാം. അതായത് യൂറോപ്പിന്റെ മെയിൻലാൻഡിലേക്ക്. ഒന്നാമത്തത് ട്രെയിൻ വഴി, രണ്ടാമത്തത് ഫെറി ഷിപ്പ് വഴി. ഈ ട്രെയിൻ തന്നെ 2 തരമുണ്ട്. ആദ്യത്തേത് ഒരു പാസഞ്ചർ ട്രെയിനാണ്. ലണ്ടനിൽ നിന്ന് പാരീസിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ഹൈ സ്പീഡ് ട്രെയിനാണത്. യൂറോസ്റ്റാർ എന്നാണ് അതിന്റെ പേര്. ഒരു തവണ ഞാൻ ട്രെയിനിൽ ലണ്ടനിലേക്ക് പോയപ്പോൾ ഒരു മിന്നായം പോലെ ഇതിനെ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തത് ഒരു കാർഗോ ട്രെയിനാണ്. നിങ്ങൾ കൊങ്കൺ വഴി ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ലോറി ട്രെയിനിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടാവും. അതിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനാണ് ഇവിടെ ഓടുന്നത്. ലോറിയും കാറും ഒക്കെ കൊണ്ടുപോകും. നമുക്ക് നമ്മുടെ വണ്ടി ഓടിച്ച് ട്രെയിനിന്റെ അകത്ത് പാർക്ക് ചെയ്യുക. ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ ഫ്രാൻസിലെത്തും. അവിടുന്ന് വണ്ടി ഓടിച്ച് ഇറങ്ങി പോവുക. അത്രേ ഉള്ളൂ പരിപാടി. ലേ ഷട്ടിൽ നിന്നാണ് ഈ കാർഗോ ട്രെയിൻ സർവീസിന്റെ പേര്. ഈ ട്രെയിൻ കടലിൽ കിടക്കണമല്ലോ, അതായത് ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്യണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഒരു പാലം പണിതില്ല. പകരം ഡോവറിൽ നിന്ന് സ്വല്പം അങ്ങോട്ട് മാറിയിട്ടുള്ള ഫോക്സ്റ്റോൺ എന്ന് പറഞ്ഞ സ്ഥലത്തിനെയും ഫ്രാൻസിലുള്ള കലൈസ് എന്ന് പറഞ്ഞ സ്ഥലത്തിനെയും കണക്ട് ചെയ്തുകൊണ്ട് കടലിന്റെ അടിക്കടെ ടണൽ അങ്ങോട്ട് പണിതു. മൊത്തം 50 കിലോമീറ്റർ നീളം. അതിനകത്ത് 38 കിലോമീറ്റർ കടലിന്റെ താഴെക്കട, 115 മീറ്റർ താഴ്ചയിൽ. 1988 പണി തുടങ്ങി. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ, അതായത് 94 ഉദ്ഘാടനം കഴിഞ്ഞു. നമ്മുടെ സ്ഥലം എത്താറുണ്ട് കേട്ടോ. ഡോവർ കാസിലാണ് ഈ കാണുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് പോകാനുള്ള സ്ഥലം. ഈ ടണൽ പണിതപ്പോഴേ അവർ ഒരെണ്ണല്ല പണിത്, 3 എണ്ണം പണിതു. ഒരെണ്ണം പാസഞ്ചർ ട്രെയിന്, ഒരെണ്ണം കാർഗോ ട്രെയിന്, ഒരെണ്ണം സർവീസ് ടണലായിട്ടും. അതാണ് ഭരണാധികാരികളുടെ ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ പേരും പറഞ്ഞ എല്ലാ കൊല്ലം മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അതും ആപ്പോപ്പ ടണലൊന്നുമല്ല പണിത്. 160 കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ ആ ടണൽ പാസ് ചെയ്യുന്നത്. പക്ഷെ ആ ട്രെയിനിനെ സംബന്ധിച്ച് അത് സ്ലോ സ്പീഡ് ആട്ടോ. പുറത്ത് അതിന്റെ സ്പീഡ് 300 കിലോമീറ്റർ ആണ്. ആ കഥ അവിടെ നിൽക്കട്ടെ കേട്ടോ. നമ്മുടെ സ്ഥലത്തുണ്ട് ഒരു 2-3 വണ്ടികൾ കാണുന്നുണ്ട്. പാർക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് നോക്കി നിങ്ങൾ ഗടാഗടിയന്മാരായിട്ടുള്ള 3 കപ്പലുകൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതിൽ ഒരാളിത് ഫ്രാൻസിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു.
ബാക്കിയുള്ള 2 ഷിപ്പുകൾ ഇവിടെ സൈഡിൽ ബർത്ത് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം കോഴി കൂട്ടി കയറണ കണ്ടോ? മറ്റേ മരത്തെ കയറുന്ന കോഴികളല്ല, പാവം പിടിച്ച ഞങ്ങള്. അതേപോലെയാണ് നിരനിരയായിട്ട് കണ്ടെയ്നറുകൾ കയറണേ. നമുക്ക് ആദ്യം വേറെ 1-2 സ്ഥലങ്ങൾ കണ്ടിട്ട് വരാനുണ്ട്. അത് കുറച്ച് ഇവിടെ നിന്ന് നടക്കാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ വലിയ വെയിലില്ല, കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നട്ടപ്പുറ വെയിലോ. അപ്പൊ അതിന് മുന്നേ അത് നമുക്ക് കണ്ടിട്ട് വരാം. എന്നിട്ട് കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് പാർക്കിംഗ് ഫീ അടയ്ക്കണം. ആപ്ലിക്കേഷൻ ത്രൂ ആണ് അടയ്ക്കേണ്ടത്. 6 പൗണ്ടാണ് ഒരു ദിവസത്തേക്കുള്ള ചാർജ്. അതുപോലെ തന്നെ ഈ ബോർഡിലെ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, മാപ്പ് അടക്കം. അങ്ങേ അറ്റത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അവിടേക്കാണ് ഞാൻ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത്. ആ പോണ വഴിക്ക് തന്നെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള വൈറ്റ് ക്ലിഫ്സ് കാണാൻ പറ്റും. ഒരു അടിപൊളി ബീച്ച് ഉണ്ട്, പറ്റുകയാണെങ്കിൽ അവിടെ ഒന്ന് പോകണം. അതൊക്കെ കണ്ട് ഇങ്ങോട്ട് വരാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. പിന്നെ എല്ലാറ്റിനും ഉപരിയായിട്ടേ എനിക്കൊന്ന് മൂത്രം ഒഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കുറെ നേരമായി. കാര്യം ഇവിടെയൊക്കെ വേണ്ട പറമ്പും മരത്തിന്റെ ചോടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനേ പാടില്ല. കുറച്ചുകൂടിയാണ് നടന്നു കഴിയുമ്പോൾ അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടാവേണ്ടതാണ് വാഷ്റൂംസും കാര്യങ്ങളൊക്കെ. ലൈറ്റ് ഹൗസിന്റെ അവിടേക്ക് ഇന്നിട്ടോ നടക്കാൻ 50 മിനിറ്റ് ഉണ്ട് വൺ സൈഡ്. തിരിച്ച് ഇങ്ങോട്ടും അത്രയും തന്നെ. എന്നെ ആയാലും വേണ്ടൂല, മുന്നോട്ട് വെച്ചാലും മുന്നോട്ട് തന്നെ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കി. ആകാശവും കടലുവേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങോട്ട് ലയിച്ച് കിടക്കണം. ഇന്നത്തെ തിരമാലയുടെ സ്റ്റാറ്റസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വേലിയേറ്റവും വേലിയേർക്കൊക്കെ ഇല്ലേ, അത് തന്നെ. അപ്പൊ ഇവിടെ വരുന്നവര് ഇതൊക്കെ നോക്കിയിട്ട് വേണോട്ട് ഇറങ്ങാനായിട്ട്. കുറച്ച് ഡേഞ്ചർ ബീച്ചാണ്, എന്താന്ന് ഞാൻ പറയാം. പിന്നെ ഇവിടെയൊക്കെ കണ്ടോ, ശരിക്കും ഒരു കാടിന്റെ അകത്തേക്ക് നടക്കണ പോലെ ഒരു ഫീലിംഗ് അല്ലേ. ഈ ചെടികളും മരങ്ങളും ഒക്കെ നല്ല തിക്കായിട്ട് ഇങ്ങോട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കണോണ്ടേ വെയിൽ പോലും കഷ്ടിച്ചാണ് താഴെത്തുന്നുള്ളൂ. രാവിലെ തന്നെ ആയതുകൊണ്ടേ നല്ല കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കേണ്ട ഇടയ്ക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. എനിക്കിപ്പോൾ തോന്നണ വേറൊരു കാര്യം പറയട്ടെ, മോശമാക്കി പറയണല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്ഥലവും നമ്മുടെ നാട്ടിലുള്ള ഇതേപോലത്തെ സ്ഥലങ്ങളില്ലേ, അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുപ്പിയോ പ്ലാസ്റ്റിക്കിന്റെ ഒരു തരി പോലും കാണാൻ പറ്റണോ നോക്കി. പ്രകൃതിനെ അതിന്റെ വഴിക്ക് അങ്ങോട്ട് അഴിച്ചു വിട്ടേക്കാണ്. അതിന്റെ ഒരു ഭംഗിയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഇപ്പോഴേ ഒരു മുയൽ വട്ടം ചാടി ഈ കാട്ടിലോട്ട് കയറിപ്പോയെ, ചെറ്റിട്ടാ പോയെ. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള നേരമൊന്നും കിട്ടിയില്ല. ഇനി മുയലിന്റെ പുറകെ കുറുക്കം വരുമെന്ന് ആഗ്രഹം. ഈ വഴിയിൽ എഴുതിച്ചാണ് വായിക്കാൻ പറ്റണ്ടോ, മോട്ടോർ ഹോം പാർക്കിംഗ് ഓൺലി. മോട്ടോർ ഹോം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിൽ കാരവൻസ് അല്ലെങ്കിൽ RVs, റിക്രിയേഷണൽ വെഹിക്കിൾസ്. ഇത് അവിടെ 2 കിടക്കണോ. ഇതിനകത്ത് ആളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കണേ. AC ഹീറ്ററോ ഒക്കെ വർക്ക് ചെയ്യണമായിരിക്കും. ഇത് യൂറോപ്പിൽ നിന്ന് കയറി വന്നേക്കണ വണ്ടി കേട്ടോ. എവിടെന്നാന്ന് നോക്കട്ടെ. ഇത് ബെൽജിയം. പ്ലേറ്റിന്റെ സൈഡിൽ B കണ്ടോ. സൈക്കിളൊക്കെ ആയിട്ടോ വന്നേക്കണ ആശമാർ. ഇതിൽ D ആണ്. അപ്പൊ ഡെൻമാർക്ക്. നമ്മുടെ മാതിരി ഇതേ പോയി ഇതാവുന്ന ടൂറല്ല സായിപ്പ്മാർക്ക്. ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ പരമാവധി ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരുള്ളൂ. മോട്ടോർ ഹോമുകളുടെ അടുത്തുനിന്നേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആൾക്കാർ എഴുന്നേറ്റു മാത്രമല്ല, ഇത് ഏത് വധൂരിയെ പുറത്തുനിന്ന് അവർ കറക്റ്റം മാറ്റി നോക്കണുണ്ടായി. അത് ഞാൻ വേറെ ശബ്ദമൊന്നും ഉണ്ടാക്കിയതുകൊണ്ടല്ല. ഈ ഷൂ ഇട്ടുകൊണ്ട് മെറ്റലേക്കടെ നടക്കുമ്പോൾ എങ്ങനെയൊക്കെ നടന്നാലും ശബ്ദം കേൾക്കുമല്ലോ. ആ ശബ്ദം കേട്ടിട്ട് അവർ എഴുന്നേറ്റു. അതിനിപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം വേറൊരു സ്ഥലത്ത് കിടക്കുമ്പോൾ നമ്മളും അലർട്ടായിരിക്കുമല്ലോ. പിന്നെ എന്തിനാ വെറുതെ ഒരാളെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി ഞാനിങ്ങോട്ട് പോന്നു. ഒന്നും പറയണ്ട എൻ്റെ പിള്ളേ, വെറുതെ മനുഷ്യന്റെ 1.5 മണിക്കൂർ കളഞ്ഞു. എന്തുണ്ടായെന്ന് വെച്ചാലേ, ഗൂഗിളിൽ ഞാൻ നോക്കിയപ്പോൾ രാവിലെ 7 മണിക്കാണ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും രാവിലെ വന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ നേരത്തെ ഒരു വിസിറ്റർ സെന്റർ കണ്ടില്ലേ, അവിടെ ഒരു ബോർഡ് കണ്ടേ, രാവിലെ 10:30 മറ്റാണ് തുറക്കുള്ളൂ. അവിടെ ജോലിക്കാരൊക്കെ ഓരോന്നൊക്കെ വൃത്തിയാക്കി വന്നോളൂ. 10:30 തുറക്കണുള്ളെങ്കിൽ പിന്നെ നമുക്ക് ലൈറ്റ് ഹൗസിന് അങ്ങനെ നടന്നു പോകാൻ പറ്റൂല്ലോ. കാരണം ഈ ട്രെയിൽസിന്റെ മുന്നേ ആയിട്ടൊരു ഗേറ്റ് ഉണ്ട്, അത് അടച്ചിട്ടേക്കാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ അന്ത വഴിയൊക്കെ നടന്ന് വെറുതെ സമയം കളയായിരുന്നു. പിന്നീടാണ് ശ്രദ്ധിച്ച് ചില സായിപ്പ്മാര് ഈ ട്രെയിൽസിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അവരെങ്ങനെ കടന്നു എന്നായി. പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കത്തിയത്. ഈ 10:30 എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ടൈം ആ റെസ്റ്റോറന്റിന്റെയും വിസിറ്റർ സെന്ററിന്റെ ഒക്കെയാണ്. ഈ ട്രെയിൽസ് 7 മണിക്ക് തന്നെ ഓപ്പൺ ആണ്. ആ ഗേറ്റിന്റെ ലോക്ക് ഇന്നേ വരെ ഞാൻ കാണാത്ത രീതിയിലുള്ള ഒരു ലോക്കാണ്. അത് പിന്നെ വേറൊരാളോട് ചോദിച്ച് ഇത് എങ്ങനെയാണ് തുറക്കണേന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിന്റെ അകത്തോട്ട് ഇപ്പൊ കയറിയേക്കണേ. അങ്ങനെ രാവിലെ തന്നെ ഇത്ര സമയം കളഞ്ഞു എന്ന് പറയരുത്. ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 7 മണിക്ക് തന്നെ വന്നോളൂ കേട്ടോ. 7 to 7 ആണ് വർക്കിംഗ് ടൈം. റെസ്റ്റോറന്റിന്റെയും വിസിറ്റർ സെന്ററിന്റെ ഒക്കെ സമയമാണ് 10:30 എന്നുള്ളത്. വിലപ്പെട്ട വിവരങ്ങളുള്ള വേലിയാണിത്. ഈ പോയിന്റിൽ നിന്ന് 21 മൈല്, അതായത് 34 കിലോമീറ്റർ ആണ് ഇംഗ്ലീഷ് ചാനലിന്റെ വീതി. പിന്നെ 1, 10, 100, 1000, 10,000, ലക്ഷം, 1 ലക്ഷം വർഷം എടുത്തു 110 മീറ്റർ ഹൈറ്റിൽ ഈ ക്ലിഫ് രൂപപ്പെടാനായിട്ട്. അടുത്തത് ആവറേജ് 400 കപ്പലുകൾ ഒരു ദിവസം ഇതുവഴി പോകുന്നുണ്ട്. 4.5 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടനും ഫ്രാൻസും കണക്റ്റഡ് ആയിരുന്നു, നമ്മുടെ ഇന്ത്യയും ശ്രീലങ്കയും പോലെ. അടുത്തത് കുറച്ചും കൂടെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. 1,000,010,00,000 അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രായം കിട്ടും. ഇതിൽ പറയുന്നത് ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്തവരുടെ കാര്യങ്ങളാണ്. ഫ്ലൈറ്റ് ഉപയോഗിച്ചും നീന്തി. അതിന്റെ വർഷം കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ. ഈ ചാനൽ നീന്തി കിടക്കും. നേരെ നോക്കി ആ വെള്ള കളറിലൊരു വരം പോലെ ഉണ്ടോ, നമുക്ക് നടക്കാനുള്ള വഴികളാണ് അതൊക്കെ. നമ്മുടെ വേമ്പനാട്ടുകായൽ നീന്തി കടന്നു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് പത്രത്തിൽ വാർത്തകൾ വരാറില്ലേ, അത് എന്റെ അറിവ് ശരിയാണെങ്കിൽ 4 കിലോമീറ്റർ താഴെയുള്ളൂ. ഇവിടെ 34 കിലോമീറ്റർ അടുത്താണ് നീന്താനുള്ളത്. കാലാവസ്ഥ, കടലിലെ ഒഴുക്ക്, കാറ്റ്, തണുപ്പ്, ഇതിനൊക്കെ അനുസരിച്ച് 7 മുതൽ 27 മണിക്കൂർ വരെ എടുക്കുമെന്നാണ് പറഞ്ഞത് ഇത് നീന്തി കിടക്കാനായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ തണുപ്പത്ത് എങ്ങനെയാണ് നീന്താൻ പറ്റണേ. ബാക്കിയുള്ളവന് തണുപ്പത്ത് നടക്കാൻ തന്നെ പറ്റണല്ലേ. ഏതായാലും സമ്മതിച്ചിരിക്കണം അവരെയൊക്കെ. ആ താഴെ കാണുന്ന ചെറിയൊരു ഓപ്പൺ സ്പേസ് ഉണ്ടോ, അതാണ് ഇവിടുത്തെ ബീച്ച്. അവിടേക്ക് എത്തിപ്പെടാൻ അത്യാവശ്യം പാടുണ്ട്. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ബീച്ചിലും കൂടെ പോയേക്കാം. ഇവിടെ നിന്നുള്ളൊരു 360 വ്യൂ ഞാൻ കാണിച്ചു തരാം. എന്താ ഈ കാഴ്ചയുടെ ഒരു ഭംഗി അല്ലേ. ഒരു സൈഡിൽ കടല്, അതിൽ കപ്പല്, ഇപ്പുറത്തെ വശത്ത് മലകള്,
നമ്മുടെ വാഗമൺ മുട്ടക്കുന്നുകളില്ലേ, അതെടുത്ത് കടലിൽ വെച്ചാരിട്ടല്ലേ. ഒരു നടവഴി കണ്ടപ്പോഴേ എളുപ്പവഴിയാണല്ലോ എന്ന് കരുതി കയറിയതാ. ഇതിപ്പോ പണ്ട് കണ്ടത്തില് ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ബോൾ അടിച്ച് പൊന്തക്കാട്ടിലിടൂലേ, എന്നിട്ട് ഡെഡ് ബോൾ പിടിച്ചിട്ട് ഈ കുറ്റിക്കാട്ടിൽ പോയി തപ്പണ പരിപാടി ഉണ്ടല്ലോ ബോള്, അതേപോലെയാണ് തോന്നുന്നത്. വല്ല പാമ്പും പഴുതാരയൊക്കെ പിടിച്ച് കടിക്കുമെന്നാക്കറിയാം. ഏതായാലും നമ്മളിപ്പോ ബീച്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നടക്കാനുണ്ട്. ഈ താഴേക്കടെ ആൾക്കാർ നടന്നു പോകണുണ്ടോ, അതുവഴിയൊക്കെ നടന്നിട്ട് വേണം നമുക്ക് താഴെയുള്ള ബീച്ചിലേക്ക് എത്താനായിട്ട്. ഈ കടലിലെ വെള്ളത്തിന്റെ കളർ മാറി കിടക്കണുണ്ടോ, ആഴം കുറഞ്ഞ ഭാഗത്താണ് വെള്ളം കലങ്ങി കിടക്കുന്നത്. നീല കളർ കാണുന്നിടത്ത് നല്ല ആഴം ഉണ്ടെന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഈ ബീച്ചിൽ കുറെ അപകടങ്ങൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ക്ലിഫുകളാണ് മൊത്തം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഒരു മല കടലിന്റെ അടുത്ത് എത്തുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ക്ലിഫുകൾ. നമ്മുടെ തിരുവനന്തപുരത്ത് വർക്കല ബീച്ചിലെ അവിടെ ഉണ്ട് ഇതേപോലത്തെ ക്ലിഫുകൾ. പക്ഷേ ഈ ഡോവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ണ് കണ്ടോ, വെള്ള മണ്ണാണ്. വൈറ്റ് ക്ലിഫ്സ് ഓഫ് ഡോവർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. ഒരു തുരങ്കവും കൂടെ കിടക്കാൻ കേട്ടോ, നല്ല നീളമുണ്ട് കേട്ടോ, വിചാരിച്ച പോലെ ഒന്നല്ല. ഇതിന് അറ്റമില്ലെന്ന് ആഗ്രഹം. അതെ, ഇവിടെ വെട്ടം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതും കൂടെ കടന്നു കഴിഞ്ഞാൽ ബീച്ച് എത്തിന്ന് തോന്നുന്നു. അടിപൊളി, താഴെ എത്തിന്ന് തോന്നുന്നു കേട്ടോ. എന്ത് രസം നോക്കി. ഇല്ല, ബീച്ച് എത്തിയിട്ടില്ല കേട്ടോ. ഒരു സ്റ്റെയർ കേസ് കൊണ്ട് ഇറങ്ങാനുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 3-4 പേര് കൂടി ഉണ്ട് കേട്ടോ. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബീച്ചിലേക്ക് വന്നത്. നമ്മുടെ നാട്ടിലെ മാതിരി മണലല്ല ബീച്ചിൽ, ഉരുണ്ട കല്ലുകളാണ് മൊത്തം. കാണുമ്പോൾ രസമൊന്നും നടക്കാൻ നേരത്തില്ല. നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ തല്ലിയടിച്ച് നിലത്ത് വീഴും. ഒന്ന് കൈയും കാലം നനച്ചു നോക്കിയാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തണുപ്പ് ഞാൻ അറിഞ്ഞു എന്ന് പറയാം. പക്ഷെ ഇപ്പോഴും അപ്പുറത്ത് കുളിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ സാധിക്കണാവും ഇതൊക്കെ? ക്ലിഫുകൾ ഇടിഞ്ഞു കിടക്കണുണ്ടോ? കടലിൽ നിന്നുള്ള കാറ്റും തിരമാലയുടെ ശക്തിയും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഇടിയനാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും ഇടിയാന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിൽക്കണതൊക്കെ സൂക്ഷിച്ചും കണ്ട് നിൽക്കണം. ഞാനിപ്പോൾ ബീച്ചിൽ നിന്ന് കയറി നേരെ ലൈറ്റ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അന്നേരം ഒരു കാഴ്ച ഞാൻ കണ്ടേ. ഇവിടെ ഈ പോണ ബോട്ട് കണ്ടോ? കോസ്റ്റ് ഗാർഡില്ലേ, അവരുടെ പട്രോളിംഗ് ബോട്ടാണത്. എന്താ കാര്യം എന്ന് വെച്ചാലേ, യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ ബോട്ടുകളിൽ അനധികൃതമായിട്ട് UK കുടിയേറ്റക്കാർ വരുന്നു എന്ന് പറഞ്ഞ് വാർത്ത കേട്ടല്ലേ. അവർ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പോർട്ടാണ് ഈ ഡോവർ പോർട്ട്. കാരണം ആഫ്രിക്കയിൽ നിന്ന് നോക്കിയാലും യൂറോപ്പിൽ നിന്ന് നോക്കിയാലും UK ഏറ്റവും നിയറസ്റ്റ് പോയിന്റ് ഈ ഭാഗമാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും വരണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പട്രോളിംഗുകാർ നടക്കണം. അവസാനം നമ്മൾ ലൈറ്റ് ഹൗസ് കണ്ടുപിടിച്ചു. നേരെ ചെന്നിട്ടേ അവിടെ എന്തെങ്കിലും കടകളുണ്ടോ നോക്കണം ആദ്യം. ചെന്നിട്ട് കുടലെത്തിയിട്ടുള്ള മനുഷ്യന്റെ. ലൈറ്റ് ഹൗസ് എന്തിനാനുള്ളതാണെന്നൊക്കെ അറിയാലോ. പണ്ട് കാലത്ത് കപ്പലുകൾക്ക് ദിശ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ലൈറ്റ് ഹൗസ്. വന്ന വഴി തന്നെ ഒരു ചായയും കേക്കും പറഞ്ഞു. വിശന്നിട്ടാണെന്ന് അറിയാൻ പാടില്ല, നല്ല രുചിയുണ്ട്. ചായയും കൊള്ളാം, കടിയും കൊള്ളാം. ചായ കുടിച്ച മുറി അതിനേക്കാളും കൊള്ളാം. മുറിയുടെ ഒരു ആംബിയൻസ് നോക്കി, ഏതോ കൊട്ടാരത്തിലിരുന്ന് ചായ കുടിക്കുന്ന കാര്യം എനിക്ക് തോന്നണം. ലൈറ്റ് ഹൗസിന്റെ മേളിലൊന്ന് കയറണമെന്നുണ്ടായി. എന്തോ മെയിൻ്റനൻസ് കാരണം ഇന്നത് അടച്ചിട്ടേക്കുക. ഭാവി എല്ലുന്നേരം പാതാളം. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും നടക്കാനൊന്നും താല്പര്യമില്ലെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് കാർ ഓടിച്ച് വരികയും ചെയ്യാട്ടോ. ഇവിടെ നിന്നാലേ ചെറുതായിട്ട് ഫ്രാൻസ് കാണാൻ പറ്റുന്നുണ്ട്. 2 കപ്പലുകൾ കാണാൻ പറ്റില്ലേ. അതിന്റെ അപ്പുറത്തായിട്ട് ഒരു കറുത്ത വരയുണ്ട് ചെറുതായിട്ട്, അതാണ് ഫ്രാൻസ്. നമ്മളിനി ആ ഫെറി ടെർമിനൽ കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു പോവാണ്. അതായത് നമ്മൾ തുടങ്ങിയ സ്ഥലം. കാര്യം ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരു 3-4 മല കയറി ഇറങ്ങണം അവിടെ വരെ എത്താനായിട്ട്. ഇവിടെ ഈ മലഞ്ചെരുവിലെ ആൾക്കാർ കൂടിയിരിക്കണുണ്ടോ. 2ാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് മിലിറ്ററി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടണൽ ഉണ്ട് അവിടെ. അതിന്റെ ഗൈഡഡ് ടൂറാണ് നടക്കുന്നത്. 3-4 മലകൾ താണ്ടി നമ്മൾ ഫെറി പോർട്ടിന്റെ അടുത്ത് എത്തി. കരയിലോടണതും കടലിലോടണതും ആകാശത്തിലോടണതും ഒക്കെ ഒറ്റ ഫ്രെയിമിലാട്ടോ. ഞാനേ ഇച്ചിരി കൂടെ താഴോട്ട് ഇറങ്ങിക്കുക. എന്നിട്ട് നല്ല മെനയായിട്ട് കാര്യങ്ങൾ കാണിച്ചു തരാം. എന്തൊക്കെ പരിപാടികൾ അവിടെ നടക്കണമെന്നുള്ളത് പറഞ്ഞു തരാം. എന്തൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ട്രക്കുകളും ബസ്സുകളൊക്കെയാണ് ഈ പോകുന്നത്. ലോറിയും ബസ്സും ഒക്കെ കുറച്ചെങ്കിലും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ കുളിര് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിള്ളേർ സ്കൂൾ വിട്ട് ഇറങ്ങണ പോലെയാണ് അങ്ങേയറ്റത്തെ കപ്പലിൽ നിന്ന് വണ്ടികളൊക്കെ ഇറങ്ങി തന്നെ നിരനിരയായിട്ട് പോകണുണ്ടോ. എല്ലാവരും ലൈൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും തിരക്കുണ്ടായിട്ടും ഒരാൾ പോലും ഹോൺ അടിക്കണില്ല. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വാവ്, ഈ ഒരു സീൻ നോക്കി, ശരിക്കും ഗുഡ്സ് ട്രെയിൻ പോണവരില്ലേ. 1953 ജൂലൈ 4-ാം തീയതിയാണ് ഇവിടെ ഫെറി സർവീസ് തുടങ്ങുന്നത്. 2 റൂട്ടാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഡോവറിൽ നിന്ന് ഫ്രാൻസിലുള്ള കലേസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും, രണ്ടാമത്തത് ഡോവറിൽ നിന്ന് ഫ്രാൻസിലുള്ള ഡൺകിർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും. ഈ ഡൺകിർക്ക് എന്ന് പറഞ്ഞ പേരിൽ ക്രിസ്റ്റഫർ നോളന്റെ ഒരു പടമുണ്ട്. ആ പടത്തിൽ പറയുന്ന ഡൺകിർക്ക് തന്നെയാണ് ഈ ഡൺകിർക്കും. ബെൽജിയത്തിനോട് കുറച്ചും കൂടെ അടുത്ത് കിടക്കുന്ന ഫ്രാൻസിന്റെ ഒരു സിറ്റിയാണ് ഈ ഡൺകിർക്ക്. അവിടെയായിട്ട് ടോൾ പ്ലാസ പോലെ കുറച്ച് കൗണ്ടറുകൾ നിരന്ന് നിൽക്കുന്നുണ്ടോ. എമിഗ്രേഷൻ കൗണ്ടറുകളാണത്. പ്രധാനമായിട്ടും 3 കമ്പനികളാണ് ഇവിടുന്ന് ഫ്രാൻസിലേക്ക് ഫെറി സർവീസ് നടത്തുന്നത്. ഓരോ കമ്പനികൾക്കും സെപ്പറേറ്റ് ക്യൂ ആണ് എമിഗ്രേഷന് വേണ്ടിയിട്ട്. അതാണ് അങ്ങനെ ട്രക്കുകൾ മാറി മാറി കിടക്കുന്നത്. ഇവിടെ കിടക്കുന്ന ഈ ട്രക്കുകൾ ഉണ്ടോ, ഇതെല്ലാം എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഷിപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുന്നവരാണ്. ശരിക്കും പറഞ്ഞ ഈ കപ്പലിനെ റോറോ ഷിപ്പുകൾ എന്നാണ് പറയാം. റോൾ ഓൺ റോൾ ഓഫ്. വണ്ടികൾ ഓടിച്ച് കയറ്റാം, ഓടിച്ചിറക്കാം. നമ്മുടെ പഴയ ജങ്കാറുകളൊക്കെ ഇല്ലേ, അതിന്റെ പുതിയ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ദിവസവും 24 മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഉണ്ട്. ഏകദേശം 1.25 മണിക്കൂർ എടുക്കും ഇവിടുന്ന് അവിടം വരെ എത്താനായിട്ട്. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പലുകളുടെ അകത്ത് എയർപോർട്ടിലെ പോലെ തന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുണ്ട്. മദ്യവും സിഗരറ്റും റെസ്റ്റോറന്റുകളും എല്ലാം ഉണ്ട്. വേറൊരു രാജ്യത്തേക്ക് പോകണമല്ലോ. ഫ്ലൈറ്റ് ടിക്കറ്റ് പോലെ തന്നെയാണ് ഇതിന്റെ റേറ്റും. വൈകുന്തോറും വിലയും കൂടും. ട്രക്കുകളാണ് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് പോകുന്നതെന്നുള്ളൂ. ട്രക്ക് മുതലും ഇങ്ങോട്ട് താഴോട്ടുള്ള ഏത് വണ്ടിയും കൊണ്ടും. 4 ആളുള്ള ഒരു കാറ് അപ്പുറം കടത്താനായിട്ട് ഏറ്റവും കുറഞ്ഞത് 97 പൗണ്ടാണ് ആവുക. ഇന്ത്യൻ രൂപയിൽ 11,000 ചില്ലാൻഡ് വരും. അതും നേരത്തെ ബുക്ക് ചെയ്ത. മെയിനായിട്ട് 3 കമ്പനികളുണ്ടെന്ന് പറഞ്ഞില്ലേ. ഒന്നാമത്തത് പിയാൻഡോ, അതിന്റെ ഒരു ഷിപ്പാണ് അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത്. അതൊരു ബ്രിട്ടീഷ് കമ്പനിയാണ്. പിന്നത്തത് DFDS, അത് ഡെൻമാർക്കിൽ നിന്നുള്ള ഒരു കമ്പനിയാണ്. അതിന്റെ ഫുൾ നെയിം വായി കൊള്ളത്തില്ല. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഐറിഷ് ഫെറീസ്. അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, അയർലൻഡിൽ നിന്നുള്ളതാണ്.
ഇവിടെയൊക്കെ സൂക്ഷിച്ചു നോക്കിയാല് കാറുകൾ കാണാം, ബൈക്കുകൾ കാണാം, ആർവീസ് കാണാം, അതായത് മോട്ടോർ ഹോമുകളില്ലേ അത്. പിന്നെ ദേ സൈക്കിളിന് ആൾക്കാർ പോകണം കേട്ടോ. സൈക്കിൾ ടൂർ നടത്തൂലേ, അങ്ങനെയുള്ള ആൾക്കാരാണ്, യൂറോപ്പിലേക്ക് പോകുന്നവരാണ്. ദേ അടുത്തൊരു കപ്പലിൽ നിന്ന് വണ്ടികൾ ഇറക്കി വരാനുണ്ടോ. എന്തൊക്കെയാ ഇവിടെ നടക്കണേ അല്ലേ. ശരിക്കും ഒരു ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നടക്കുന്ന പരിപാടികളൊക്കെ തന്നെ. വരുന്നു, ആൾക്കാരെ ഇറക്കുന്നു, പുതിയവരെ കൊണ്ടുപോകുന്നു. കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ശ്രീലങ്കയിലേക്ക് ഇതേപോലെ സർവീസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ടൂറിസവും ട്രേഡും ഒക്കെ ഒരുപാട് കൂടും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്കേ തിരിച്ചു പോകേണ്ട പരിപാടി നോക്കാം. പോണ വഴിക്ക് ആദ്യം കാണുന്ന ഹോട്ടലിൽ കയറിയിട്ട് കാര്യമായ രീതിയിൽ എന്തെങ്കിലും കഴിക്കണം. ഇനി അങ്ങോട്ടും ഉണ്ട് 2 മണിക്കൂർ യാത്ര. അതുവരെ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. മുന്തിരി കൃഷിക്ക് വേണ്ടിയിട്ട് പന്തലിട്ടേക്കണേ കാണുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ വൈനായിട്ടും മുന്തിരിയായിട്ടൊക്കെ സൂപ്പർ മാർക്കറ്റ് വന്നോളൂ. റോഡ് സൈഡിലേ കുറെ സ്ഥലത്ത് ഇംഗ്ലീഷിലും പിന്നെ വേറെ ഏതൊക്കെയോ ഭാഷകളിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇടതുവശം ചേർന്ന് ഓടിക്കണമെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് കയറി വരുന്ന വണ്ടികൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണല്ലോ. ഇവിടെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അപ്പോൾ സൈഡ് മാറിപ്പോയിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഈ കിടക്കുന്നവനൊക്കെ പോളണ്ടിൽ നിന്ന് കപ്പൽ കയറി വന്നവനാ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും കുറച്ച് പുതിയ അറിവുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റി എന്നും ഞാൻ വിചാരിക്കുന്നു. ഇനി അങ്ങോട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തണേ. ഇത് അറിഞ്ഞാലേ നമുക്കിത് കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു അഗൈൻ. സീ യു വിത്ത് അനദർ വീഡിയോ. അതുവരേക്കും വണക്കം.